السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ യഥാർത്ഥ പ്രാർത്ഥനയാണ് നിസ്കാരം. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവന്റെ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. അപ്പോൾ ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിന് ഇജാബത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് നിസ്കാരത്തിലെ സുജൂദിന്റെ സമയം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ അറബി ഭാഷയിലായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. ആവശ്യങ്ങൾ നിറവേറാൻ വിവിധ തരം നിസ്കാരങ്ങൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മുഖ്യമായ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലുള്ള നിയ്യത്തുകളും നിറവേറാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഒരിക്കൽ മഹാനായ അബുൽ അബ്ബാസുൽ ഹലറമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അല്ലാഹുവിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ചു. അത് കാരണമായി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുത്തു. ഔലിയാക്കളിൽ ഉന്നത സ്ഥാനം കൈവരിച്ച മഹാനാണ് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ആവശ്യ നിർവഹണത്തിനുള്ള ഈ നിസ്കാരം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വേദനകൾക്കും ഈ നിസ്കാരം ഒരു പരിഹാരമാണ്. ഈ നിസ്കാരം പകലിലും രാവിലും എല്ലാം നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ രാത്രി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ദുനിയാവിന്റെ എല്ലാ തിരക്കുകളിൽ നിന്നും എല്ലാ പണികളിൽ നിന്നും എല്ലാം ഒഴിവായി ആത്മാർത്ഥതയുള്ള മനസ്സോടെ വേണം നമ്മൾ നിസ്കരിക്കാൻ. അതിന് നല്ലത് രാത്രിയിലാണ്. ഈ നിസ്കാരത്തിന് നിയ്യത്ത് വെക്കേണ്ട രൂപം: ആവശ്യ നിർവഹണത്തിനുള്ള 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടു ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. ശേഷം നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. ഈ നിസ്കാരത്തിന്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. സന്തോഷമുള്ള റാഹത്തുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.